നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 9th CBSE ഹിസ്റ്ററിയിലെ മാറ്റർ അറൗണ്ട് സർക്യൂർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സൊല്യൂഷൻസ് ആൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കോൺസെൻട്രേഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് ചെന്നു. സോ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലോട്ട് പെട്ടെന്ന് കേട്ടോ. ഓക്കെ അല്ലേ? സോ ഇതുവരെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ സെലക്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട്. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്ററിലോട്ട് ടോപ്പിക്കിലോട്ട് കിടക്കാം. സോ നമ്മൾ ഇന്ന് എന്താണ് ഹോമോജീനിയസ്, ബിഫോർ ദാറ്റ് എന്താണ് നമ്മുടെ സൊല്യൂഷൻ. നമ്മൾ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊല്യൂഷൻസ് ഹോമോജീനിയസ് മിക്സ്ചർ ഉണ്ട്, ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് ഉണ്ട്, അല്ലേ? അതുപോലെ തന്നെ കോമ്പൗണ്ട്സ് ഉണ്ട്, എലമെന്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി വാട്ട് ഈസ് എ സൊല്യൂഷൻ, എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ, ഓക്കെ, സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ അതിൽ രണ്ട് കമ്പോണൻസുകളുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ആ രണ്ട് കമ്പോണൻസ്? എല്ലാവർക്കും അറിയാം. എന്താണ്, നമ്മുടെ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അതിൽ രണ്ട് കമ്പോണൻസ് ഉണ്ട്, നമ്മുടെ സൊല്യൂട്ട് ഉണ്ട്, സോൾവെന്റ് ഉണ്ട്. സോ നമ്മുടെ സൊല്യൂട്ടും സോൾവെന്റും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് എന്ത്, ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജനറലി എന്താണ് നമ്മുടെ ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു ഷുഗർ ഇൻ വാട്ടർ കേസ് പറയാം, എയർ പറയാം, ഗ്യാസ് സൊല്യൂഷൻസ് ആണ് എയർ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. സോ സൊല്യൂഷൻസ് ജനറലി മോളിക്കുലർ ലെവലിൽ നമ്മുടെ ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ എന്താണ് ഒരു ട്രൂ സൊല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? എന്തായിരിക്കും ഒരു ട്രൂ സൊല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ട്രൂ സൊല്യൂഷൻ എന്തായിരിക്കും, ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും. ആൻഡ് ഒരു പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 1 നാനോമീറ്ററിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, പാർട്ടിക്കിളിൻ്റെ സൈസ് എന്തായിരിക്കും? 1 നാനോമീറ്ററിനേക്കാൾ കുറവായിരിക്കും. ആൻഡ് ഓൾസോ ഡസ് നോട്ട് സ്കാറ്റർ ദ ലൈറ്റ്. അല്ലേ? എന്താണ് നമ്മുടെ ലൈറ്റ് ഒന്ന് സ്കാറ്റർ ചെയ്യില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ട് എന്തെന്ന് വിശ്വസിക്കുന്നത് എന്താണ്, നമ്മുടെ ലൈറ്റ് സ്കാറ്റർ ചെയ്യണമെങ്കിൽ നമ്മളുടെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കമ്പാരബിൾ ടു ദാറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ സൈസ്. അല്ലേ? നമ്മുടെ പാർട്ടിക്കിൾ സൈസിന് കമ്പാരബിൾ ആയിട്ട് വരികയാണെങ്കിൽ മാത്രമേ സ്കാറ്ററിങ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ അവിടെ നടക്കത്തുള്ളൂ. സോ പാർട്ടിക്കിൾ സൈസ് നമ്മളുടെ വരുന്ന ലൈറ്റിനേക്കാൾ കുറവാണെങ്കിൽ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കില്ല, അവിടെ സ്കാറ്ററിങ് എന്ന് പറയുന്ന ഫിനോമിനൻ നടക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, നമ്മളൊരു ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കില്ല, നമ്മുടെ സ്കാറ്ററിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കില്ല. ആൻഡ് ഓൾസോ വിച്ച് ഈസ് ഫോം ടു ബി സ്റ്റേബിൾ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മിക്സ്ചർ ആയിരിക്കും നമ്മളുടെ ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ട്രൂ സൊല്യൂഷൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ബേസിക്കലി എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? സൊല്യൂഷനിൽ രണ്ട് കമ്പോണൻസുകളുണ്ട്, ഒരു സൊല്യൂട്ട് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു സോൾവെന്റ് ഉണ്ടാവും. സോ ജനറലി ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സൂപ്പർ സൊല്യൂഷൻ പറയാം, സബ് സൊല്യൂഷൻ പറയാം, എയർ പറയാം. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 1 നാനോമീറ്ററിനേക്കാൾ കുറവായിരിക്കും. ലൈറ്റ് എന്ന് പറയുന്ന ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നില്ല, എന്ന് പറയുന്ന ഫിനോമിനൻ അവിടെ നടക്കത്തില്ല. സോ ഇതൊക്കെയാണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ട്രൂ സൊല്യൂഷൻസ്. ഓക്കെ അല്ലേ മക്കളെ? സോ നെക്സ്റ്റ് നോക്കിയാൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്. നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ബിഫോർ ദാറ്റ് എന്താണ് ഡെഫിനിഷൻ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ? ഒരു എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ. അതായത് ഒരു ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷനിൽ എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അല്ലേ? യെസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു കോമ്പൗണ്ടിൽ എത്ര, ഒരു സൊല്യൂഷനിൽ എത്ര എമൗണ്ട്, എത്ര, ഇപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഈ ഒരു സൊല്യൂഷനിൽ എത്ര എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾസ്, സൊല്യൂട്ട് പാർട്ടിക്കിൾസുകൾ പ്രസൻ്റ് ആണ്. ഇപ്പോൾ ഇത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണെന്ന് വിചാരിക്കുക, ഇതിൽ എത്ര സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയും. ഓക്കെ അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനിൽ എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആണ് എന്നതാണ് നമ്മൾ കോൺസെൻട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോറി. ആൻഡ് ഓക്കെ, ആൻഡ് നമുക്ക് ഇത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു 3 ഇതുണ്ട്. ഓക്കെ, 3 എക്സ്പ്രഷൻസ് ഉണ്ട്.
നമുക്ക് എങ്ങനെ പറയാം, മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. ഒന്നാമത്തെയാണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. സോ മാസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു, what is the equation for that? Mass of the solute divided by mass of the solution into 100. ഓക്കെ, മാസ് ബൈ മാസ് പെർസെൻറ്റേജിന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ മാസ് മൾട്ടിപ്ലൈഡ് ബൈ 100. പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് മാസ് ബൈ വോള്യൂം പെർസെൻറ്റേജ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. മാസ് ബൈ വോള്യൂം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോള്യൂം പെർസെൻറ്റേജ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദാറ്റ് ഓഫ് mass of the solute divided by volume of the solution. Okay, volume of the solution into 100. That is mass by volume percentage. Okay, so mass by mass il namukku represent cheyyam, mass by volume il namukku represent cheyyam. So mass by mass aanengil mass of the solute divided by mass of the solution into 100 aanu. Mass of by volume percentage ennu parnal mass of the solute divided by volume of the solution into 100 aanu. ഓക്കെ അല്ലേ? സി അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വോള്യൂം ബൈ വോള്യൂം പെർസെൻറ്റേജ്. വോള്യൂം ബൈ വോള്യൂം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? വോള്യൂം ബൈ വോള്യൂം പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു വോള്യൂം ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. സോ നമ്മുടെ പേരിൽ തന്നെ ഉണ്ടല്ലേ, മാസ് ബൈ മാസ് പെർസെൻറ്റേജ്. മാസ് ബൈ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻസ് എന്ന് പറയാം. മാസ് ബൈ വോള്യൂം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ എന്താണ്? മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ volume of the solution, and volume by volume എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ which is volume by volume percentage എന്ന് പറഞ്ഞാൽ എന്താണ്? volume of the solute divided by volume of the solution into 100. Okay അല്ലേ? Yes. So make sure that all the volumes are in the same unit. എല്ലാതും എന്താണ്? സെയിം യൂണിറ്റിലാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? എൻഷുർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ മാസ് ഓഫ് ദ സൊല്യൂട്ട് മില്ലി ലിറ്റർ ആണെങ്കിൽ we have to take volume of the solution also in milliliter, or if it is given in liter we have to take it in liter. So എല്ലാതും ഒരേ യൂണിറ്റ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. എന്നാലും നമ്മുടെ ആൻസർ കറക്റ്റ് ആകും. ഓക്കെ അല്ലേ? സോ വോള്യൂം ബൈ വോള്യൂം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്തുവാ? വിച്ച് ഈസ് എക്സ്പ്രസ് വോള്യൂം ബൈ വോള്യൂം പെർസെൻറ്റേജ് എക്സ്പ്രസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ ലിക്വിഡ് സൊല്യൂട്ട് ഇൻ എ ലിക്വിഡ് സോൾവെന്റ് ബേസ്ഡ് ഓൺ ദെയർ വോള്യൂംസ്. ഓക്കെ, ലിക്വിഡ് സൊല്യൂട്ട് ലിക്വിഡ് സോൾവെന്റിൽ എത്രത്തോളം എമൗണ്ട് ഉണ്ട് ബേസ്ഡ് ഓൺ ദയർ വോള്യൂംസ്, അതിനെയാണ് നമ്മൾ വോള്യൂം ബൈ വോള്യൂം പെർസെൻറ്റേജ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ജസ്റ്റ് എന്താണ്? കോൺസെൻട്രേഷൻ തന്നെയാണ്. വോള്യൂം ഓഫ് ദി സൊല്യൂട്ട് ആണ്, വോള്യൂം ഓഫ് ദി സൊല്യൂഷൻ ആണ്, മൾട്ടിപ്ലൈഡ് ബൈ 100. ഓക്കെ അല്ലേ? വോള്യൂം ഓഫ് ദി സൊല്യൂട്ട് ബൈ വോള്യൂം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. സോ ഒരു പർട്ടിക്കുലർ വോള്യൂം ഓഫ് സൊല്യൂഷനിൽ എത്ര വോള്യൂം ഓഫ് സൊല്യൂട്ട് ഉണ്ട് അതിനെയാണ് നമ്മൾ വോള്യൂം ബൈ വോള്യൂം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻസ്. ഏതൊക്കെയായിരുന്നു? മാസ് പെർസെൻറ്റേജ്, മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. മാസ് ബൈ വോള്യൂം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ആൻഡ് വോള്യൂം ബൈ വോള്യൂം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചാലോ ഇറ്റ് ഈസ് വോള്യൂം ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. സോ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സാമ്പിൾ പ്രോബ്ലംസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായിരിക്കും? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാ? 5 gram of salt dissolved in 95 gram of water. Find the concentration of the mass. See, ഇതിൽ നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് നമ്മളുടെ സാൾട്ട് ആണ്. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വാട്ടർ സൊല്യൂഷൻ ആണ്. ഓക്കെ, സൊല്യൂഷൻ എന്ന് പറയുന്നത് സോൾട്ട് സൊല്യൂഷൻ ആണ്. ഓക്കെ, നമ്മളുടെ സാൾട്ട് സൊല്യൂഷൻ ആണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് വാട്ടർ എന്തുവാ സാധനം? വാട്ടർ ആണ് നമ്മുടെ സോൾവെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോൾവെന്റ് എന്ന് പറയുന്നത്. So we have to take എന്താണ്? നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു? വിച്ച് ഇസ് ഫൈൻഡ് ദ കോൺസെൻട്രേഷൻ ഇൻ മാസ്. സോ മാസ് പെർസെൻറ്റേജ് ആണ്. സോ മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 ആണ് അല്ലേ? സോ മാസ് ഓഫ് ദ സൊല്യൂട്ട് എന്തുവാ? മാസ് ഓഫ് ദ സൊല്യൂട്ട് നമുക്ക് 5 gram തന്നിട്ടുണ്ട്. സോ മാസ് ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് 5 gram തന്നിട്ടുണ്ട്. ആൻഡ് മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നതോ? മാസ് ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് ദ സോൾവെന്റ് അല്ലേ? മാസ് ഓഫ് ദ സോൾവെന്റ് ആണ്. സോ കാരണം ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടും ഉണ്ടാവും സോൾവെന്റും ഉണ്ടാവും. സോ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ മാസുകൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കി. എത്രയാണ് മാസ് ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്നത്? 5 gram ആണ്. പ്ലസ് മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് ദ സോൾവെന്റ് എന്ന് പറയുന്നത് 95 ആണ്.
സോ നമുക്ക് 95 gram ആണ്. സോ നമുക്ക് ടോട്ടൽ എത്ര കിട്ടുന്നത്? 100 gram. സോ മാസ് ഓഫ് ദ സൊല്യൂഷൻ 100 gram ആണ്. സോ വാട്ട് വിൽ ബി ദ ആൻസർ? നോക്കിയേ, മാസ് ഓഫ് ദ സൊല്യൂട്ട് 5 gram ആണ്, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് 100 ആണ്, വിച്ച് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 100 ചെയ്തിട്ടുണ്ട് വെച്ചാൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. സോ 100 ക്യാൻസൽ ചെയ്ത് കളയാം. സോ വിച്ച് ഈസ് 5%. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്തോ കിട്ടുന്നത്? 5%. സോ നമ്മുടെ ആൻസർ എത്ര കിട്ടുന്നത്? 5%. ഓക്കെ അല്ലേ? സോ സിമ്പിൾ പ്രോബ്ലം ആണ്, നമുക്കിതിൻ്റെ ആൻസർ 5% കിട്ടി. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഓക്കെ, ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് മാസ് ഓഫ് ദ സൊല്യൂഷൻ 5 gram പ്ലസ് 95 gram, യു വിൽ ബി ഗെറ്റ് 100 gram. ദിസ് ഈസ് ദ മാസ് ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, മാസ് ഓഫ് ദ സൊല്യൂഷൻ. സോ മാസ് പെർസെൻറ്റേജ്, മാസ് ഓഫ് ദ സൊല്യൂട്ട് 5 gram തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ 100 gram മൾട്ടിപ്ലൈഡ് ബൈ 100, യു വിൽ ബി ഗെറ്റ് 5%. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 4 gram of sugar is dissolved in 100 milliliter of water. Find the concentration in mass by volume percentage. നമുക്ക് മാസ് ബൈ വോളിയം പെർസെൻറ്റേജിലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 4 gram ഓഫ് ഷുഗർ. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത്? നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഷുഗർ ആണ്. നമ്മുടെ സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഓക്കെ, നമ്മുടെ സോൾവെന്റ് വാട്ടർ ആണ്. നമ്മുടെ സൊല്യൂഷൻ എന്തുവാ? സൊല്യൂഷൻ എന്ന് പറയുന്നത് ഷുഗർ സൊല്യൂഷൻ ആണ്. ഓക്കെ, ഷുഗർ സൊല്യൂഷൻ ആണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കാൽക്കുലേറ്റ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. സോ മാസ് ബൈ വോളിയം പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, വോളിയം ഓഫ് സൊല്യൂഷൻ multiplied by 100. Okay, so which is equal to volume of solution multiplied by 100 ആണ്. സോ നമ്മളുടെ മാസ് ഓഫ് ദ സൊല്യൂട്ട് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 4 അല്ലേ? ആൻഡ് വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് വിച്ച് വിൽ ബി 100 multiplied by 100. ഓക്കെ, 4 by 100 multiplied by 100. So you will be get a volume of the solution. Yes, so you will be get 4%. Okay, so 4% ആണ് നമുക്ക് കിട്ടുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, സോ നോക്കിയാൽ എന്താ തന്നിരിക്കുന്നത്? mass by volume percentage, mass of the solute divided by volume of the solution multiplied by 100. So volume of the solution 100 ആണ്, mass of the solute 4 gram ആണ്, which is equal multiplied by 100, which is equal to 4%. Okay, so next question. Okay, next question കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. what mass of salt should be added to 180 gram of water to make a 10% solution, which is mass by mass percentage. So നമുക്ക് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ മാസ് പെർസെൻറ്റേജ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്താ നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്? വിച്ച് ഈസ് മാസ് ഓഫ് ദ സൊല്യൂട്ട് അല്ലേ? വിച്ച് ഈസ് മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. സോ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എത്ര മാസ് ഓഫ് സോൾട്ട്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്ര എമൗണ്ട് ഓഫ് സോൾട്ട് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് സൊല്യൂട്ട് ആണ് നമ്മുടെ സോൾട്ട് എന്ന് പറയുന്നത്, ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സോൾവെൻ്റ് ആണ്, ആൻഡ് സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോൾട്ട് സൊല്യൂഷൻ ആണ്. ഓക്കെ, സോൾട്ട് സൊല്യൂഷൻ ആണ്. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഇക്വേഷൻ അറിയാം. സോ ബിഫോർ ദാറ്റ് നമ്മൾ നോക്കി എത്ര എമൗണ്ട് ഓഫ് സോൾട്ട് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതറിയില്ല എത്ര എമൗണ്ട് ആണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളത് എക്സ് എമൗണ്ട് ഓഫ് സോൾട്ട് നമ്മൾ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, എക്സ് എമൗണ്ട് ഓഫ് സോൾട്ട് നമ്മൾ ആഡ് ചെയ്തു. ഇതിൽ ആഡ് ചെയ്യുന്നത് 180 gram ഓഫ് വാട്ടറിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ടു മേക്ക് വോളിയം പെർസെൻറ്റേജ് 10%. അതായത് വോളിയം പെർസെൻറ്റേജ് അല്ല, മാസ് പെർസെൻറ്റേജ്
നമ്മൾ 10% ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എക്സ് ആണ് നമ്മളുടെ മാസ് ഓഫ് ദ സൊല്യൂട്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, മാസ് ഓഫ് ദ സൊല്യൂട്ട് നമ്മൾ എടുക്കുന്നത് X% ആണ്, എക്സ് ഗ്രാം ആണ് എന്ന് വിചാരിക്കുക. ആൻഡ് മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്തായിരിക്കും? മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് ദ സോൾവെന്റ് അല്ലേ, which is equal to mass of the solute. എന്താ mass of the solute എന്ന് പറയുന്നത് x ഗ്രാം ആണ്, mass of the solvent എന്ന് പറയുന്നത് 180 ഗ്രാം ആണ്. സോ mass of the 180 ഗ്രാം ആണ്. സോ mass of the solution എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളുടെ x plus 180 ഗ്രാം ആണ്. ഓക്കെ, സോ mass of the solution നമുക്ക് x plus 180 ഗ്രാം കിട്ടി. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? Yes, mass percentage is equal to mass of the solute upon mass of the solution. Okay, multiplied by 100 ആണ്. So which is equal to എന്ത് വരും? x, mass of the solute x ആണ്, divided by x plus 180 അല്ല, x plus 180. So which is equal to എത്രയാണ് തന്നിരിക്കുന്നത്? നമുക്ക് 10%. So which is equal to 10% ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ 10% ആണ്. സോ ഇതിൻ്റെ മൾട്ടിപ്ലൈഡ് ബൈ 100 കൂടി വരും. സോ എന്തായിരിക്കും? നമുക്കൊന്നും കൂടി മാറ്റി എഴുതിയിട്ടുണ്ട് വെച്ചാൽ ഇതിനെ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 180 ഇൻറ്റു 100 ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദാറ്റ് ഓഫ് 10. ഓക്കെ, സോ വാട്ട് യു വിൽ ബി ഗെറ്റ്? നമ്മുടെ അടുത്തതിൽ നമുക്ക് എന്താ കിട്ടുന്നത്? വിച്ച് ഈസ് ഈ 100 അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് വെച്ചാൽ ഡിവൈഡഡ് ബൈ 100 ആവും. സോ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 180 is equal to 10 by 100. So which will be 0.1 by 10 അല്ലെങ്കിൽ 0.1 വരും. സോ ഒന്നുകൂടി നമ്മൾ ഈ സ്റ്റെപ്പിനെ മാറ്റി എഴുതി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാലോ എക്സ് ഈക്വൽ ടു 1 by 10 ഇൻറ്റു, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ, വിച്ച് ഇസ് 10x is equal to x plus 180. ഓക്കെ, 10x is equal to x plus 180. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? വിച്ച് ഈസ് 9x equal to 180 and x is equal to 180 by 9. Okay, so what you will be get? 20 yes, 20 gram. So what you will be get is 20 gram. Okay, so നമ്മളുടെ ആൻസർ എന്തായിരിക്കും? 20 gram ആയിരിക്കും. I hope it is clear to you. This problem is somewhat ഒരു ഇത്തിരി സ്റ്റെപ്പ് കൂടുതലുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, യെസ്. സോ 20 gram ആണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ എന്താ എടുത്തിട്ടുണ്ടായിരുന്നത്? എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ മാസ് ഓഫ് ദ സോൾട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ എക്സ് ഗ്രാം ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 180 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 10 കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു 10 ഓൾറെഡി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, 10 ആണ്. സോ എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എക്സ് ബൈ 180 എക്സ് പ്ലസ് 180 ഇൻറ്റു 100 നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ യു വിൽ ബി ഗെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 20 gram. സോ ദിസ് ഈസ് വൺ ഓഫ് ദ 2 level problems. ഓക്കെ, വൺ ഓഫ് ദ എന്താ പറയുക, ഒരു ലെവൽ 2 പ്രോബ്ലം എന്ന് നമുക്ക് പറയാം. അതായത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലാണ്ട് ഒരു ഇച്ചിരി നമ്മൾ പ്രോബ്ലമാറ്റിക് ആയിട്ട് സോൾവ് ചെയ്യുന്ന, മാത്തമാറ്റിക്കലി നമ്മൾ സോൾവ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ലെവൽ പ്രോബ്ലമാണ്. ഓക്കെ, ലെവൽ 2 പ്രോബ്ലമാണ്. സോ അതൊക്കെയാണ് നമ്മളുടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചാപ്റ്ററിൽ കോൺസെൻട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും. ഓക്കെ അല്ലേ? സോ ഇനിയും ഒരുപാട് പ്രോബ്ലംസുകൾ നിങ്ങൾ സോൾവ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസുകൾ സോൾവ് ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്യാം? ലെവൽ 2 പ്രോബ്ലംസിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസുകൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലാണ്ട് ഒരു 2 സ്റ്റെപ്പൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസുകൾ ചെയ്യാം. ഓക്കെ, എൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് സെറ്റാക്കുക. ഓക്കെ, വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ചെക്ക് കിട്ടും. ഓക്കെ അല്ലേ? സോ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഈ ഒരു ടോപ്പിക്കിൽ കുറച്ച് ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.
So I think I hope it is clear to you everyone. If you have any further doubt, comment below. And also എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. കമൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വറീസ് പോയിന്റ് ചെയ്യുക. നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ അല്ലേ? സോ ബൈ എവരിവൺ.